4 ആത്മീയ ശത്രുക്കൾ. അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ വിശ്വാസിയായ ഞാനും നിങ്ങളും ഒരു പോരാളിയാണ്. നമ്മൾ ആഖിറത്തിന്റെ വിജയത്തിന് വേണ്ടി പോരാട്ടം നടത്തുകയാണ്. ആ പോരാട്ടത്തിൽ നിന്ന് നമ്മളെ പകർത്തരഞ്ഞിട്ട് നരകത്തിലേക്ക് കൊണ്ടുപോകാൻ മഹാന്മാരായ പണ്ഡിതന്മാര് പരിചയപ്പെടുത്തുന്ന 4 ആത്മീയ ശത്രുക്കൾ നമ്മുടെ പിറകെ കൂടുന്നുണ്ട്. ഏതെങ്കിലും ഒരു ശത്രു നമുക്കെതിരെ തിരിച്ചു എന്ന് നമ്മൾ അറിഞ്ഞാൽ അന്ന് മുതൽ നമ്മൾ പേടിച്ചിട്ട് വീട്ടിൽ കിടന്നിറങ്ങാറുള്ളൂ. എന്നാൽ ഈ ആത്മീയ ശത്രുക്കൾ നമുക്ക് പേടിയില്ല. എന്നാൽ വിശ്വാസിയായ ഞാനും നിങ്ങളെ പേടിക്കേണ്ടത് ഈ ആത്മീയ ശത്രുക്കളെയാണ്. ഈ ആത്മീയ ശത്രുക്കളെയാണ്. സാധാരണ ഒരു ശത്രു ഉണ്ടായെന്നറിഞ്ഞാൽ ആ ശത്രുവിനെ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയും. എന്നാൽ ഈ പറയാൻ പോകുന്ന 4 ശത്രുക്കൾ ഇവരെ കാണാൻ പോലും കഴിയില്ല. ഇവരെപ്പോഴാണ് എവിടെ എങ്ങനെയാണ് വരുന്നത് എന്ന് പോലും നമുക്ക് ആർക്കും പറയാനോ കാണാനോ പറ്റാത്ത 4 ആത്മീയ ശത്രുക്കൾ. അവരെ പരാജയപ്പെടുത്തി ദുനിയാവിൽ ആര് ജീവിക്കുന്നുവോ അവര് വിജയിച്ചു എന്ന് അല്ലാഹുവിന്റെ ഖുർആനും അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അല്ലാഹു പരാജയപ്പെടുത്തുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ശ്രദ്ധയോടെ കേൾക്കുന്ന മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു തരുകയാണ്, അല്ലാഹുവിന്റെ പരലോകത്തിൽ വിജയത്തിന്റെ വെള്ളിക്കൊടി പാറിപ്പിച്ച് സ്വർഗത്തിന്റെ ഉള്ളറയിൽ ഒരു വെള്ളരി പ്രാവിനെ പോലെ പറന്നു കളിക്കണമെന്ന ചിന്തയോടെ ഈ ദുനിയാവിന്റെ നിറകിൽ സുഹൃതങ്ങൾ ചെയ്ത് ജീവിക്കണമെന്ന് നീ മനസ്സുകൊണ്ട് തയ്യാറെടുക്കുമ്പോ ആ തയ്യാറെടുപ്പിൽ നിന്ന് നിന്നെ പകർത്തറിഞ്ഞിട്ട് നരകത്തിന്റെ ഉള്ളറയിലേക്ക് വലിച്ചെറിയാ നിന്റെ മുമ്പിലേക്ക് കടന്നു വരുന്ന 4 ആത്മീയ ശത്രുക്കൾ. ഈ പറയാൻ പോകുന്ന ശത്രുക്കൾ ആരാണോ പരാജയപ്പെടുത്തുന്നത് അവൻ അല്ലാഹുവിന്റെ ആഖിറത്തിൽ വിജയിക്കുമെന്ന് മഹാന്മാര് പറഞ്ഞു തരുക. മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു തരുക. بصحاب خوف ولها تكفير إبليس والصنيا ونفسي والوراء يا ربي أنت خلائقي خبير. ആത്മീയ ശത്രുക്കൾ അവരെ പരാജയപ്പെടുത്താൻ ആരെ കൊണ്ട് കഴിഞ്ഞോ അവൻ വിജയിച്ചു എന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു തരുന്ന ഈ 4 ആത്മീയ ശത്രുക്കളെ നമ്മളിന്ന് പരിചയപ്പെടും. അവരെ പരാജയപ്പെടുത്തുവാനുള്ള എല്ലാ ശ്രമങ്ങളും ഇന്നത്തെ രാത്രി നമ്മൾ നിയ്യത്ത് ചെയ്യണം. ഇൻഷാ അല്ലാഹ് ഈ ശത്രുക്കളെ പരാജയപ്പെടുത്തിയിട്ട് ദുനിയാവിൽ ജീവിക്കാൻ ഞാൻ തയ്യാറെടുക്കും എന്ന ഒരു നിയ്യത്ത് ഇന്നത്തെ രാത്രിയിൽ ഇവിടെ ഇരുന്നിട്ട് നമ്മൾ തീരുമാനമെടുക്കണം. അല്ലാഹു അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നാമത്തെ ശത്രു, ഒന്നാമതായി മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു തരുകയാണ്, അല്ലാഹുവിന്റെ പരലോകത്തിൽ വിജയത്തിന്റെ വെണ്ണിക്കൊടി മാറിപ്പിച്ച് സ്വർഗത്തിന്റെ ഉള്ളറയിൽ ഒരു വെള്ളരി പ്രാവിനെ പോലെ പറന്നു കളിക്കണമെന്ന് നീ മനസ്സുകൊണ്ട് തീരുമാനമെടുത്തിട്ട് ഈ ദുനിയാവിന്റെ നിറകിലെ സുഹൃതങ്ങൾ ചെയ്ത് ജീവിക്കാൻ നീ മനസ്സുകൊണ്ട് തയ്യാറെടുക്കുമ്പോ ആ തയ്യാറെടുപ്പിൽ നിന്ന് നിന്നെ പകർത്തറന്നിട്ട് നരകത്തിന്റെ ഉള്ളറയിലേക്ക് വലിച്ചെറിയാ നിന്റെ മുമ്പിലേക്ക് കടന്നു വരുന്ന ഒന്നാമത്തെ ആത്മീയ ശത്രു ആരെന്നറിയോ? ദുനിയാവാണെന്ന് മഹാന്മാര് പറഞ്ഞു തരുക. ഈ ദുനിയാവിൽ ജീവിക്കുമ്പോ എന്തോ ഒരു സന്തോഷമാണ്, ഈ ദുനിയാവിൽ ജീവിക്കുമ്പോ എന്തോ ഒരു ആനന്ദമാ, ഈ ദുനിയാവിൽ ജീവിക്കുമ്പോ എന്തോ ഒരു ആർഭാടമാ. കാരണം ഈ ദുനിയാവ് നമ്മുടെ ശത്രുവാണെന്ന് മഹാന്മാര് പറഞ്ഞു തരുക. അല്ലാഹുവിന്റെ ഹബീബി ദുനിയാവിനെ കുറിച്ച് പറഞ്ഞു തന്ന ഉപമ എന്തെന്നറിയോ? ഈ ദുനിയാവൊരു അഭിസാരിണിയായ പെണ്ണിനെ പോലെയാ, ഈ ദുനിയാവൊരു അഭിസാരിണിയായ പെണ്ണിനെ പോലെയാ.
ആ പെണ്ണവരുടെ സൗന്ദര്യം മുഴുവനും മറ്റുള്ളവരുടെ മുമ്പിൽ കാട്ടിക്കൊടുത്തിട്ട് അവരിലേക്ക് ആകർഷിക്കുന്നത് പോലെ ഈ ദുനിയാവിന്റെ സൗന്ദര്യം മുഴുവനും നമ്മുടെ മുമ്പിൽ തുറന്നു കാട്ടിയിട്ട് നമ്മൾ ആകർഷിച്ചിട്ട് ആഖിറത്തിൽ വിജയിക്കുന്ന അമലുകളിൽ നിന്ന് നമ്മളെ പെറ്റിച്ച നരകത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു തരുകയാണ്. ഒന്നാമത്തെ നമ്മുടെ ആത്മീയ ശത്രുവാരാ ഈ ദുനിയാവ് തന്നെയാണ്. അള്ളാഹുവിന്റെ ഹബീബ് എത്രയോ ഹദീസുകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിലൊരു ഹദീസ് ഈ ദുനിയാവിന്റെ ഉടമയെ കുറിച്ച് പറയുന്നു, ഈ ദുനിയാവ് ഒരു അഭിസാരിണിയായ പെണ്ണിനെ പോലെയാണ്. ഒരു അഭിസാരിണിയായ പെണ്ണിനെ പോലെയാണ് ഈ ദുനിയാവ്. അവരുടെ സൗന്ദര്യം മറ്റുള്ളവരുടെ മുമ്പിൽ തുറന്നു കാട്ടിയിട്ട് അവളിലേക്ക് ആകർഷിക്കുന്നത് പോലെ ദുനിയാവ് അതിന്റെ സൗന്ദര്യം മുഴുവനും നമ്മുടെ മുമ്പിൽ തുറന്നു വെച്ചിരിക്കുക, നമ്മളെ തെറ്റിലേക്ക് കൊണ്ടുപോകാൻ. എല്ലാം ഇങ്ങനെ ദുനിയാവ് കാട്ടിത്തരും, തെറ്റിലേക്ക് കൊണ്ടുപോകാൻ. അത് കൊള്ളാം, ഇത് കൊള്ളാം, ഇത് കുടിച്ചാൽ കൊള്ളാം, ഇത് ചെയ്താൽ കൊള്ളാം, ഇതിലേക്ക് പോയാൽ കൊള്ളാം. ഇങ്ങനെ ഓരോ തെറ്റുകളും നമ്മുടെ മുമ്പിൽ കാട്ടിത്തന്നിട്ട് ദുനിയാവ് നമ്മളെ നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകും. അവസാനം ഈ ദുനിയാവിൽ നിന്ന് യാത്ര പറഞ്ഞ് പള്ളിക്കാട്ടിലുള്ള ഖബറിലേക്ക് നമ്മൾ പോകുമ്പോ ഈ ദുനിയാവ് നമ്മളെ നോക്കിയിട്ട് കൊഞ്ഞണം കാണിക്കും. പൊയ്ക്കോ, ഞാൻ പറഞ്ഞതെല്ലാം നീ ചെയ്തല്ലോ, ഞാൻ പറഞ്ഞതെല്ലാം നീ ചെയ്തല്ലോ, ഞാൻ കാണിച്ചു തന്നതിലെല്ലാം നീ പോയല്ലോ, നമുക്ക് അള്ളാഹുവിന്റെ നരകത്തിൽ വെച്ച് കണ്ടുമുട്ടാമെന്ന് പറഞ്ഞിട്ട് ഈ ദുനിയാവിൽ നിന്ന് യാത്ര പറഞ്ഞ് പള്ളിക്കാട്ടിലേക്ക് പോകുമ്പോ നമ്മളെ നോക്കിയിട്ട് കൊഞ്ഞണം കാണിക്കുമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഒന്നാമത്തെ നമ്മുടെ ശത്രു ദുനിയാവാണ്. ഈ ദുനിയാവിനെ നമ്മൾ ശത്രുവായിട്ട് തന്നെ കാണണം. എത്രയോ ഹദീസുകൾ പ്രവാചകൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാലും സാന്ദർഭികവശാൽ ഒരു ഹദീസ് നിങ്ങളുടെ മുമ്പിൽ പറയുക. നമ്മൾ പലപ്പോഴും കേട്ട ഹദീസായിരിക്കും, പല ജുമുഅ പ്രഭാഷണങ്ങളിൽ നമ്മൾ കേട്ട ഹദീസായിരിക്കും, പല പ്രഭാഷകന്മാരും പ്രഭാഷണ സദസ്സിൽ പറഞ്ഞ ഹദീസായിരിക്കും. എന്നാലും ഇത് ഈ സമയത്ത് ഇവിടെ പറയേണ്ടത് അനിവാര്യമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് ആ ഹദീസ് നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞു തരികയാണ്. വിശ്വാസിയായ ഞാനും നിങ്ങളും എങ്ങനെ ദുനിയാവിൽ ജീവിക്കണമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുകയാണ്, കുൻ ഫിദ്ദുനിയാ കഅന്നക ഗരീബ്. നീ ദുനിയാവിൽ ജീവിക്കേണ്ടത് എങ്ങനെയെന്നറിയോ? ഒരു വിദേശിയെ പോലെ ജീവിക്കണേ. എവിടെ നിന്നോ കടന്നു വന്ന ഒരു വിദേശി നിന്റെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകാൻ കാത്തു നിൽക്കുന്ന ഒരു വിദേശിയെ പോലെ നീ ദുനിയാവിന്റെ മുറകെ ജീവിക്കാൻ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു തരുക. തീർന്നില്ല അല്ലെങ്കിൽ ഒരു യാത്രക്കാരനെ പോലെ ജീവിക്കണേ. എവിടെ നിന്നോ യാത്ര വന്ന നീ തിരിച്ച് നിന്റെ നാട്ടിലേക്ക് മടങ്ങിപ്പോകാ. ബസ് സ്റ്റോപ്പിലേക്ക് ബസ്സും കാത്തു നിൽക്കുന്ന ഒരു യാത്രക്കാരനെ പോലെ ദുനിയാവിൽ ജീവിക്കാൻ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു തരുക. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു തരുന്നു, വിശ്വാസിയായ ഞാനും നിങ്ങളും എങ്ങനെയാണ് ദുനിയാവിൽ ജീവിക്കേണ്ടത്? ഒരു വിദേശിയെ പോലെ ജീവിക്കണം. ഈ വരവിളയുടെ പരിസരത്ത് നിന്ന് എത്രയോ സഹോദരന്മാര് പ്രവാസ ലോകത്തേക്ക് പോയിട്ടുണ്ട്. എത്രയോ പേര് പ്രവാസ ലോകത്തേക്ക് പോകുന്നതിന് വേണ്ടി കൊതിയോടെ കാത്തിരിക്കുന്നുണ്ട്. അള്ളാഹു നമ്മുടെയൊക്കെ നാട്ടിൽ നിന്ന് ഗൾഫ് രാഷ്ട്രങ്ങളിൽ ജീവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ സ്വീകരിക്കുമാറാകട്ടെ. അവർക്ക് അല്ലാഹു ദീർഘായുസ്സും ആരോഗ്യവും നൽകട്ടെ. അവരുടെ ജോലികളിൽ അല്ലാഹു ഖൈർ പ്രദാനം ചെയ്തു കൊടുക്കുമാറാകട്ടെ. ഗൾഫ് മേഖലയിലേക്ക് കടന്നു വരുന്ന അതിരൂക്ഷമായ പ്രതിസന്ധി എത്രയും പെട്ടെന്ന് പരിഹരിക്കാൻ ആ നാട്ടിലുള്ള രാജാക്കന്മാരുടെ മനസ്സിന്റെ ഉള്ളറയിൽ അല്ലാഹു അനുകമ്പ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ പ്രവാസ ലോകത്തേക്ക് പോയാൽ ആരാ?
വിദേശിയാണോ സ്വദേശിയാണോ? വിദേശിയാണ്. എന്നായാലും ഈ വരവിലയുടെ പരിസരത്ത് നമുക്കൊരു വീടുണ്ട്. ആ വീടിന്റെ ഉള്ളറയിൽ നമ്മളെയും കാത്തൊരു കുടുംബമുണ്ട്. ആ കുടുംബത്തിലേക്ക് മടങ്ങി വരേണ്ട ഒരു വിദേശിയാണ്. അതേപോലെ നിന്റെ സ്വന്തം നാടാകുന്ന, സ്വന്തം തട്ടകമാകുന്ന ആഖിറത്തിലേക്ക് മടങ്ങിപ്പോകാൻ കാത്തു നിൽക്കേണ്ട ഒരു വിദേശിയെ പോലെ ദുനിയാവിൽ ജീവിക്കാൻ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തീർന്നില്ല. അല്ലെങ്കിൽ ഒരു യാത്രക്കാരനെ പോലെ ജീവിക്കണം. എവിടെ നിന്നോ യാത്ര വന്ന നീ തിരിച്ച് നിന്റെ നാട്ടിലേക്ക് മടങ്ങിപ്പോകാൻ ബസ് സ്റ്റോപ്പിനകത്ത് ബസ്സും കാത്തു നിൽക്കുക. അവസാനം നമ്മളെ കൊണ്ടുപോകാൻ ഒരു വാഹനം വരും. ഏതാ വാഹനം? അവസാനം നമ്മുടെ വീടിന്റെ മുറ്റത്ത് വരുന്ന വാഹനം. കെട്ടുകൾ കെട്ടി ഒരു ദിനമുണ്ടൊരു യാത്ര, മടക്കമില്ലാത്ത യാത്ര. എന്റെ പ്രിയമുള്ളവരെ, ഇന്നലെ വരെ യാത്ര പോയി നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് വന്നവരാണെങ്കിൽ ഈ നാടിന്റെ പരിസരത്ത് നിന്ന് എത്രയോ പാവപ്പെട്ട സഹോദരന്മാർ പ്രവാസലോകത്തേക്ക് യാത്ര തിരിക്കുക. ആ സമയത്ത് തന്നെ പ്രിയപ്പെട്ട മക്കൾ ഓടി വന്നിട്ട് ഉപ്പായുടെ കൈപിടിച്ചിട്ട് പറഞ്ഞു കൊടുക്കുന്ന വാക്കെന്തെന്നറിയോ? ഉപ്പാ, നിങ്ങളെ കണ്ടിട്ട് കൊതി തീർന്നിട്ടില്ല ഉപ്പാ, നിങ്ങളെ സ്നേഹിച്ചിട്ട് മതി വന്നിട്ടില്ല ഉപ്പാ, നിങ്ങൾക്ക് ചുടുകുമ്പരങ്ങൾ വന്നിട്ട് കൊതി തീരുന്നില്ല ഉപ്പാ, അതുകൊണ്ട് പോവല്ലേ ഉപ്പാ. നിന്റെ പ്രിയപ്പെട്ട മക്കളെ നിന്റെ ചാരത്ത് വന്നിട്ട് പറയുമ്പോ ആ പെണ്ണുമക്കളെ മാറോട് ചെറുത്ത് വെച്ചിട്ട് അവരുടെ കവിൾപ്പടപ്പിലൊരു ചുടുകുമ്പരം കൊടുത്തിട്ട് നീ അവരോട് പറഞ്ഞു കൊടുക്കുന്ന വാക്കെന്തെന്നറിയോ? പെണ്ണുമക്കളെ കരയല്ലേ, നിങ്ങളുടെ ഉപ്പച്ച് പോയിട്ട് വരട്ടെ എന്ന് നിനക്ക് ഉറപ്പ് പറയാൻ പറ്റുമെങ്കിൽ നീ യാത്ര തിരിക്കുന്ന സമയത്ത് നിന്റെ പ്രിയപ്പെട്ട പ്രിയതമ പൊട്ടിക്കറിയുക. ആ സമയത്ത് അവളെ മാറോട് ചേർത്ത് വെച്ചിട്ട് അവളുടെ മുറ്റപ്പടപ്പിലൊരു ചുടുകുമ്പരം കൊടുത്തിട്ട് നീ അവളോട് പറഞ്ഞു കൊടുക്കുന്ന വാക്കെന്തെന്നറിയോ? പെണ്ണിനോടെ കരയല്ലേ, ഞാൻ പോയിട്ട് വരട്ടെ എന്ന് നിനക്ക് ഉറപ്പ് പറയാൻ പറ്റുമെങ്കിൽ നീ ഒരു ദിവസം ഒരു യാത്ര തിരിക്കാൻ പോയാ ആ യാത്രക്ക് നിന്റെ വീടിന്റെ മുമ്പിലേക്ക് കടന്നു വരുന്ന വാഹനമേതെന്നറിയോ? നിന്റെ പള്ളിയുടെ മൂലയിലേക്കുന്ന സന്തോഷാകുന്ന വാഹനമുണ്ടല്ലോ, സന്തോഷാകുന്ന വാഹനം നിന്റെ വീടിന്റെ മുറ്റത്തേക്ക് കടന്നു വരുമെന്നോ? എന്നായാലും നിന്റെ വീടിന്റെ പെരുമുറ്റത്ത് ആ സന്തോഷാകുന്ന വാഹനം കടന്നു വരുന്നോ? ആ സന്തോഷാകുന്ന വാഹനത്തിന്റെ ഉള്ളറയിൽ 3 കൊണ്ട് കടമ്പുടവൊക്കെ എത്തുമെന്നിട്ട് നിന്റെ കുടുംബക്കാർ എടുത്തു വെക്കുമെന്നോ? എന്നിട്ട് ക്ലാപ്പന മുസ്ലിന്റെ വാഹനത്തിന്റെ പരിസരത്ത് നിനക്ക് വേണ്ടി ഒരുങ്ങി 6 മണ്ണുണ്ടല്ലോ, 6 മണ്ണിലേക്ക് നിന്നെ കൊണ്ടുപോകുമ്പോ എന്നിട്ട് ആ ശബറിന്റെ ഉള്ളറയിൽ നിന്ന് കൊണ്ടുവെക്കുമെന്നോ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞു തരിക. അവസാനത്തെ യാത്ര പോകുന്ന സന്തോഷാകുന്ന വാഹനമുണ്ടല്ലോ, സന്തോഷാകുന്ന വാഹനത്തിൽ കിടന്നിട്ട് ചില മയ്യത്തുകളെ വിളിച്ചു പറയുന്ന വാക്കെന്തെന്നറിയോ? എന്നെയെന്ന് പെട്ടെന്ന് കൊണ്ടുപോകോ, എന്നെയെന്ന് പെട്ടെന്ന് കൊണ്ടുപോ. അല്ലാഹുവിന്റെ സ്വർഗ്ഗലോകം എനിക്ക് വേണ്ടി തയ്യാറായിരിക്കുക. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാരെന്നെ സ്വാഗതം പാടി സ്വീകരിക്കാൻ കാത്തിരിക്കുക. അല്ലാഹുവിന്റെ ആഖിറലോകം എനിക്ക് വേണ്ടി തയ്യാറായിരിക്കുക. അതുകൊണ്ട് എന്നെയെന്ന് പെട്ടെന്ന് കൊണ്ടുപോകാ ചില മയ്യത്തുകളെ വിളിച്ചു പറയുന്നതാ. അല്ലാഹുവേ, വരവിലയുടെ പരിസരത്ത് ഒരുമിച്ച് കൂടിയ പാവപ്പെട്ട ഞങ്ങൾ മരണപ്പെട്ടിട്ട് സന്തോഷാകുന്ന വാഹനത്തിൽ കയറി പള്ളിക്കാട്ടിലേക്ക് കടന്നു വരുമ്പോ അല്ലാഹുവേ സത്യനോടി എന്ന് വിളിച്ചു പറയുന്ന മയ്യപ്പാക്കണ അല്ലാ, മയ്യപ്പാക്കണ അല്ലാ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു തരിക. ചില മയ്യത്തുകളെ സന്തോഷാകുന്ന വാഹനത്തിൽ കിടന്നിട്ട് വിളിച്ചു പറയുന്ന വാക്കെന്തെന്നറിയോ? യാ വൈലപ്പാ, യാ ഹസ്റപ്പാ, അയിന തദ്ഹബൂ,
അല്ലാഹുവിന്റെ പള്ളിയുടെ ഉള്ളറയിലേക്ക് കടന്നു വന്നിട്ട് നിസ്കരിക്കാത്തവന്, പള്ളിയുടെ മിനാരത്തിലൂടെ ബാങ്കിന്റെ വിനുകെട്ടപ്പാടിന് ഉത്തരം കൊടുക്കാതെ അഹങ്കാരത്തിന്റെ അഹംഭാവത്തിന്റെ മൂർത്തിഭാവമായി വരവളയുടെ പരിസരത്ത് ജീവിച്ചവനെ, പാവപ്പെട്ടവരുടെ കണ്ണുനീര് കാണാത്തവനെ, തന്റെ പ്രിയപ്പെട്ട പെൺമക്കളുടെ വിവാഹം ആഡംബരത്തോടെ ആർഭാടത്തോടെ നടത്തിയപ്പോ നീ അറിഞ്ഞില്ലല്ലോ നിന്റെ വീടിന്റെ പരിസരത്ത് നിന്റെ പൊന്നുമകളുമായി കളിതമാസകൾ പങ്കിട്ടിരുന്നവരുടെ കൂട്ടുകാരി ഉണ്ടായിരുന്നു. ആ കൂട്ടുകാരുടെ പൊന്നമോളുടെ ഉപ്പ ഈ ലോകത്ത് നിന്ന് വിട മറന്നു പോയ എത്തിയുമായിരുന്നു. ആ പൊന്നമോളുടെ കണ്ണുനീര് കാണാതെ നിന്റെ പ്രിയപ്പെട്ട മകളുടെ വിവാഹം ആർഭാടത്തോടെ ആവേശത്തോടെ ആനന്ദത്തോടെ അഹങ്കാരത്തോടെ നടത്തിയവര്, ആ പൊന്നുമകളെ വീടിന്റെ ഉള്ളവയുടെ മനത്ത് അല്ലാഹുവേ 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 എന്റെ പൊന്നുമകളുടെ വിവാഹം നടത്താൻ ആരെങ്കിലും കടന്നു വന്നിട്ടൊന്ന് സഹായിച്ചിരുന്നെങ്കിൽ, എന്റെ പൊന്നുമകളുടെ വിവാഹം നടക്കുമ്പോൾ നിന്റെ വീടിന്റെ പരിസരത്ത് ആ പൊന്നുമകളുടെ കൂട്ടുകാരിയായ എത്തിയുമായ പെൺകുട്ടി കരയുക, അല്ലാഹുവേ എന്റെ കൈപിടിച്ചിട്ട് കഠിനമാസങ്ങൾ പറഞ്ഞിരുന്ന, എന്നോടൊപ്പം സ്കൂളിൽ പഠിച്ചിരുന്ന, മദ്രസയിൽ പഠിച്ചിരുന്ന, ഞാനുമായിട്ട് സ്വര പറഞ്ഞിരുന്ന എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ വിവാഹം നടക്കാൻ പോയാണല്ലോ. അല്ലാഹുവേ എന്റെ ഉപ്പച്ചി ഉണ്ടായിരുന്നെങ്കിൽ, എന്റെ ഉപ്പച്ചി ഉണ്ടായിരുന്നെങ്കിൽ എന്റെ വിവാഹവും ഈ പ്രായത്തിലും നടത്തിയതോ അല്ല എന്ന വിഷമത്തോടെ നിന്റെ വീടിന്റെ പരിസരത്തൊരു പെൺകുട്ടി കരഞ്ഞാൽ ആ കണ്ണുനീരിന് കണക്ക് പറയാതെ പടച്ചവന്റെ ആഹുറത്തിൽ നിന്ന് നിന്റെ കാൽപാദം ചലിപ്പിക്കാമെന്ന് മനസ്സുകൊണ്ട് ആലോചിക്കേണ്ട പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു തരുക, അവസാനത്തെ യാത്രയ്ക്ക് സന്തോഷാകുന്ന വാഹനത്തിൽ കിടന്നിട്ട് പടച്ചവനെ മതിമറന്നു പോയ പാവപ്പെട്ടവരുടെ കണ്ണുനീര് കാണാത്തവരുണ്ടല്ലോ, സന്തോഷാകുന്ന വാഹനത്തിൽ കിടന്നിട്ട് വിളിച്ചു പറയുന്ന അവന്റെ അവസാനത്തെ വാക്കുണ്ടെന്നറിയോ, യാ വൈലത്താ യാ ഹസ്റത്താ അയ്ന തദ്ഹബൂ, മക്കളെ എന്നെ എവിടെയാ കൊണ്ടുപോകുന്നേ, മക്കളെ എന്നെ എവിടെയാ കൊണ്ടുപോകുന്നേ, എന്നെ കൊണ്ടുപോകല്ലേ, നരകത്തിന്റെ തീജ്വാലകൾ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണുകയാ, അല്ലാഹുവിന്റെ ആഖിറത്തിന്റെ സവാലിയത്തിന്റെ മാലാകമാരെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണുകയാ, അല്ലാഹുവിന്റെ ആഖിറത്തിന്റെ അദാബുകളെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണുകയാ, വരവിളയുടെ പരിസരത്ത് ഒരുമിച്ച് കൂടിയുണ്ടോ, ഇന്നലെ വരെ നിന്റെ പൊന്നുമക്കൾ എന്ത് പറഞ്ഞാലും കേട്ടിരുന്നുവെന്ന എന്താ സന്തോഷാകുന്ന വാഹനത്തിൽ കിടന്നിട്ട് നീ നിലവിളിക്കുന്ന നിലവിളിയുണ്ടല്ലോ, എന്റെ പ്രിയപ്പെട്ട മക്കളെ കേൾക്കുന്നില്ല ഉമ്മ. അല്ലാഹുവേ ഈ വരവിളയുടെ പരിസരത്ത് ഒരുമിച്ച് കൂടിയ പാവപ്പെട്ട നിങ്ങൾ മരണപ്പെട്ട് സന്തോഷാകുന്ന വാഹനത്തിൽ കിടന്നിട്ട് നിങ്ങളുടെ പള്ളിക്കാട്ടിലേക്ക് കടന്നു വരുമ്പോ ഇങ്ങനെ നിലവിളിക്കുന്ന മയ്യത്തുകളുടെ കൂട്ടത്ത് നീ ഞങ്ങളെ ഉൾപ്പെടുത്തല്ലോ, ഞങ്ങളെ ഉൾപ്പെടുത്തല്ലേ തമ്പുരാനേ. അല്ലെങ്കിൽ നീ ദുനിയാവിൽ ഒരു യാത്രക്കാരനെ പോലെ ജീവിക്കണം. നിന്റെ യാത്ര അവസാനിക്കാനുണ്ട്. ആ യാത്ര അവസാനിക്കുമ്പോൾ നിന്റെ കൊണ്ടുപോകാൻ ഒരു വാഹനം നിന്റെ വീടിന്റെ ഉമ്മറപ്പടിയിൽ കടന്നു വരും. നീ വിളിച്ചാലും വരും, വിളിച്ചില്ലെങ്കിലും വരും. നിന്റെ വാടക കൊടുത്താലും വരും, കൊടുത്തില്ല എങ്കിലും വരും. നിന്റെ വീടിന്റെ മുമ്പിൽ കടന്നു വന്നിട്ട് 3 തുണ്ട് കഫൻ പുടവക്കകത്ത് പൊതിഞ്ഞിട്ട് നിന്നെ ആ നീയാകുന്ന മയ്യപ്പിനെ സന്തോഷാകുന്ന വാഹനത്തിൽ കയറ്റിയിട്ട് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകും. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ആ വാഹനത്തിൽ കിടന്നിട്ട് ചില മയ്യപ്പുകൾ വിളിച്ചു പറയുന്ന ഒരു വാക്കുണ്ട്, കബ്ബിമൂനി, ഒന്ന് പെട്ടെന്നാകട്ടെ, ഒന്ന് പെട്ടെന്നാകട്ടെ. അല്ലാഹു ആ ഗണത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അല്ലാഹു ആ മയ്യപ്പുകളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ചില മയ്യപ്പുകളെ വിളിച്ചു പറയും, യാ വൈലപ്പാ യാ ഹസ്റപ്പാ അയ്ന തദ്ഹബൂൻ, എന്നെ എവിടെയാ കൊണ്ടുപോകുന്നേ, എന്നെ എവിടെയാ കൊണ്ടുപോകുന്നേ, കൊണ്ടുപോകല്ലേ. അല്ലാഹുവിന്റെ നരകത്തിന്റെ തീജ്വാലകൾ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നു. അല്ലാഹുവിനെ മതിമറന്നിട്ട് ദുനിയാവിൽ ജീവിച്ചവർ, പാവപ്പെട്ടവരുടെ കണ്ണുനീര് കാണാത്തവർ, ഈ അടുത്തിടെ ഒരു കല്യാണത്തിന് വിനീതന് പങ്കെടുത്തു. അല്ലാഹുവേ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ പടച്ചറബ്.
നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പണത്തിന്റെ കൊഴുപ്പ്, പണത്തിന്റെ അഹങ്കാരം, പണത്തിന്റെ ശൗര്യം സമുദായത്തിലുള്ളവർ കാണിച്ചു കൂട്ടുമ്പോ പാവപ്പെട്ട ഏതെങ്കിലും ഒരു പെണ്ണ് ആ പ്രിയപ്പെട്ട കുടുംബത്തിന്റെ പരിസരത്ത് നിന്നിട്ട് ഒരു തുള്ളി കണ്ണുനീര് പിടിച്ചെങ്കിൽ ആ കണ്ണുനീരിന് സമാധാനം പറയാതെ നാളെ ആഖിറത്തിൽ കാൽപാദം ചലിപ്പിക്കാൻ പറ്റൂല. നമ്മുടെ സമുദായമാണ് വിവാഹത്തിന്റെ പേരിൽ ധൂർത്ത് കാണിക്കുന്നത്, പണത്തിന്റെ കൊഴുപ്പ് കാണിക്കുന്നത്. ഈ അടുത്തിടെ ഒരു കല്യാണത്തിന് പങ്കെടുത്തു. അല്ലാഹു അക്ബർ. ആ കല്യാണത്തിന് പോയപ്പോ ഈ TV ഷോയിലൊക്കെ ഇങ്ങനെ അനൗൺസ്മെന്റ് ചെയ്തിട്ട് ഈ മത്സരാർത്ഥികളെ വിളിച്ചു വരുത്തുന്ന ഒരു അവതാരകനുണ്ട്. ആ അവതാരകനായിരുന്നു പുതിയാപ്പിളയും പുതിയൊണ്ണിനെയും സ്വീകരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരെ വിളിച്ച് സ്റ്റേജിലേക്ക് കയറ്റാം. വലിയ വലിയ മഹാന്മാര് വന്നിരുന്നു. അവസാനം ആ മഹാന്മാര് തന്നെ പറഞ്ഞു, നിങ്ങളൊന്ന് കല്യാണം നടത്ത്, നിക്കാഹ് നടത്ത്. ആ നിക്കാഹ് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തു വേണോ കാണിച്ചു കൂട്ടിക്കോ, ഞങ്ങളെ ഇരുത്തി ബുദ്ധിമുട്ടിപ്പിക്കല്ലേ എന്ന് കടന്നു വന്ന മഹാന്മാര് അവരുടെ നാവുകൊണ്ട് പറയുന്ന രീതിയിലേക്ക് ആ വിവാഹത്തിന്റെ ആർഭാടം കടന്നുപോയെങ്കിൽ, അവരെങ്ങാനും മനസ്സിലെത്തിയിട്ടെന്ന് ദുആ ചെയ്തിരുന്നെങ്കിൽ പിന്നെ ഈ കുടുംബത്തിന് എന്തെങ്കിലും സമാധാനം കിട്ടും, എന്തെങ്കിലും സമാധാനം കിട്ടും. പണത്തിന്റെ കൊഴുപ്പ് കാണിക്കുമ്പോ ഈ കൊഴുപ്പ് കാണിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പാവപ്പെട്ട പെൺകുട്ടി, അല്ലാഹുവേ അവര് കൊടുക്കുന്ന ആഹാരത്തിന്റെ ഒരംശം എനിക്ക് നൽകിയിരുന്നെങ്കിൽ എന്റെ മകളുടെ വിവാഹം നടത്താമായിരുന്നല്ലോ എന്ന് ഏതെങ്കിലും ഒരു ഉമ്മ, ഏതെങ്കിലും ഒരു ഉപ്പ കണ്ണുനീര് പിടിച്ചാൽ ആ കണ്ണുനീരിന് സമാധാനം പറയാതെ അല്ലാഹുവിന്റെ ആഖിറത്തിൽ രക്ഷപ്പെടാമെന്ന് നമ്മൾ ആരും വിചാരിക്കണ്ട. മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു തരുന്നു, പരലോക വിജയത്തിന് വേണ്ടി ഒന്നാമത് നീ കാണേണ്ട ആത്മീയ ശത്രു അത് ദുനിയാവാണ്. ദുനിയാവ് നമ്മുടെ ശത്രുവാണ്. ശത്രുവായ ദുനിയാവിനെ ശത്രുവായിട്ട് തന്നെ കാണും. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാര് ബക്കറ്റ് വട്ടങ്ങളുടെ മുമ്പിലോട്ട് വരാൻ പോവാണ്. ആ ബക്കറ്റ് ആ പിരിവിന്റെ സമയത്തൂടെ തന്നെ കാപ്പിയും കൂടെ കൊടുത്തോട്ടെ. കാപ്പി നിങ്ങളൊക്കെ ഉറങ്ങാതെ നല്ല സന്തോഷമായിട്ട് ആർജവത്തോടെ ഊർജവത്തോടെ ഇരിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ നല്ല ചുക്ക് കാപ്പിയൊക്കെ നിങ്ങൾക്ക് തരുന്നുണ്ട്. അല്ലാഹു സ്വീകരിക്കട്ടെ. അതിനുവേണ്ടി സഹായിക്കുന്ന, അതിനുവേണ്ടി പ്രയത്നിക്കുന്ന, അതിനുവേണ്ടി ഓടി നടന്ന് പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ പടച്ച റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ. അവർക്ക് അർഹമായ പ്രതിഫലം ദുനിയാവിലും നാളെ ആഖിറത്തിലും പടച്ച റബ്ബ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ നമ്മളെ മുമ്പിലോട്ട് ബക്കറ്റുമായിട്ട് അവർ വരാൻ പോവാ. ആ ബക്കറ്റിന്റെ അകത്ത് നമ്മൾ പൈസ ഇടുമ്പോ രണ്ട് നിയ്യത്ത് നമ്മുടെ മനസ്സിന്റെ ഉള്ളറയിൽ ഉണ്ടാകണം. എല്ലാ വാഴന്റെ സദസ്സിലും ചെയ്യിപ്പിക്കുന്നതാണ്, കഴിഞ്ഞ വർഷം ചെയ്യിപ്പിച്ചാണ്. ഒന്നാമത്തെ നിയ്യത്ത്, അല്ലാഹുവേ ഞാൻ ഈ കൊടുക്കുന്ന സ്വതക്ക, ഞാൻ മരണപ്പെട്ട് സന്തൂഖാകുന്ന വാഹനത്തിൽ കയറി എന്റെ പള്ളിക്കാട്ടിലേക്ക് പോകുമ്പോ ഖബ്ബിമൂനി 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 എന്ന് വിളിച്ചു പറയുന്ന മയ്യത്താകാൻ എന്റെ സക്കറാത്തിന്റെ അവസ്ഥയിൽ ഈ സ്വതക്കയെ എന്റെ കൈക്കുമ്പളിലേക്ക് കൊണ്ടുവച്ച് തരണേ പടച്ച റബ്ബേ. ഇത് ഒന്നാമത്തെ നിയ്യത്ത്. രണ്ടാമത്തെ നിയ്യത്ത് എത്തിക്കടുപ്പമേറിയ നിയ്യത്താണ്. എല്ലാ വാഴന്റെ സദസ്സിലും ചെയ്യിപ്പിക്കുന്നതാണ്. കഴിഞ്ഞ വർഷവും ഞാൻ ചെയ്യിപ്പിച്ചതാണ്. കാരണം ഇത് കൂടിക്കൂടി വരികയാണ്. നമ്മുടെ നാടിന്റെ പരിസരത്ത്, നമ്മുടെ നാട്ടിൽ ഒരുപാട് രോഗികൾ, ഈ രോഗത്തിന് അടിമപ്പെട്ട ഒരുപാട് രോഗികളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അല്ലാഹുവേ എനിക്കും എന്റെ പൊന്നുമക്കൾക്കും ഞാനുമായി ബന്ധപ്പെട്ടവർക്കും പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്ന മാരകമായ ക്യാൻസർ എന്ന് പറയുന്ന രോഗം നീ തരല്ലേ റഹ്മാൻ. 15 ക്യാൻസർ രോഗികളാണ് ഈ പാവപ്പെട്ട സഹോദരന്മാരുടെ കയ്യിൽ അപേക്ഷ കൊടുത്തിരിക്കുന്നത്. 15 ക്യാൻസർ രോഗികൾ. ആ 15 ക്യാൻസർ രോഗികളെ തിരഞ്ഞെടുത്തിട്ട് നിങ്ങൾ കൊടുക്കുന്ന ഓരോ രൂപയും അവരുടെ കൈത്തണ്ടയിലേക്ക് എത്തുമ്പോ, അവരുടെ കൈക്കുമ്പിളിലേക്ക് എത്തുമ്പോ അത് വാങ്ങിച്ചു വെച്ചിട്ട്, അല്ലാഹുവേ എനിക്കൊരു നേരപ്പം മരുന്ന് വാങ്ങിക്കാൻ, എനിക്കൊരു നേരപ്പം മരുന്ന് വാങ്ങിക്കാൻ ആരുടെ മുമ്പിലും പോയി കൈനീട്ടാത്ത അവസ്ഥയിൽ എന്റെ മുമ്പിലേക്ക് ഈ സ്വതക്ക എത്തിച്ചു തന്ന, ഈ പൈസ എത്തിച്ചു തന്ന, അതിനുവേണ്ടി സഹായിച്ചവർക്ക് ഈ രോഗം നീ കൊടുക്കല്ലേ എന്നെങ്ങാനും അവരെന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്താൽ ആ ദുആ മതി നമുക്ക് രക്ഷപ്പെടാൻ. അപ്പൊ രണ്ടാമത് നമ്മൾ ചെയ്യുന്ന നിയ്യത്ത്, അല്ലാഹുവേ എനിക്കും എന്റെ കുടുംബത്തിനും ഞാനുമായി ബന്ധപ്പെട്ടവർക്കും പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്ന മാരകമായ ക്യാൻസർ എന്ന് പറയുന്ന രോഗം വരല്ലേ അല്ലാഹു. ഒരു 3 സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ അഹ്ലിൽ ബൈത്ത്
റബ്ബി സല്ലം അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ ഈ ചൊല്ലിയ സലാത്തുകൾ നിന്റെ ഹബീബിന്റെ റൗളയിൽ നിങ്ങളുടെ സമ്മാന പൊരിയായി നീ എത്രയും പെട്ടെന്ന് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അപ്പൊ ഒന്നാമത്തെ നമ്മുടെ ആത്മീയ ശത്രു ദുനിയാവിനെ ശത്രുവായിട്ട് തന്നെ നമ്മൾ കണ്ടില്ല എങ്കിൽ അവസാനം ഖേദിക്കേണ്ട ഒരു അവസ്ഥ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരാനുണ്ട്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇത് രണ്ടാമതായി മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു തരുകയാണ്. അള്ളാഹുവിന്റെ പരലോകത്തിൽ ഹൃദയത്തിന്റെ വെന്നിക്കൊടി മാറിപ്പിച്ച് സ്വർഗത്തിന്റെ ഉള്ളറയിൽ ഒരു വെള്ളരി പ്രാവിനെ പോലെ പറന്നു കളിക്കണമെന്ന് നീ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുമ്പോ അതിനുവേണ്ടി തയ്യാറെടുക്കുമ്പോ ആ തയ്യാറെടുപ്പിൽ നിന്ന് നിന്നെ പകർത്തിറന്നിട്ട് നരകത്തിന്റെ ഉള്ളറയിലേക്ക് വലിച്ചെറിയാ നിന്റെ മുമ്പിലേക്ക് കടന്നു വരുന്ന രണ്ടാമത്തെ ആത്മീയ ശത്രുവാരെന്നറിയോ? ഈ ശത്രുവിന്റെ പണിയപ്പെടാ തുടങ്ങിയതെന്നറിയോ? കാലാന്തരങ്ങൾക്ക് മുമ്പ് തുടങ്ങിയെന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു തരുന്ന ഒരു കഥയുണ്ടല്ലോ. നമ്മുടെ ആദിപിതാവായ ആദം നബി അലൈഹിസ്സലാമയും നമ്മുടെ മാതാവായ ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയും സ്വർഗ്ഗത്തിനകത്ത് വസിക്കുക പടച്ചറബ് അവസരം കൊടുത്തു. എന്നിട്ട് ആദം നബിയോട് പടച്ചറബ് പറഞ്ഞു കൊടുത്ത നിബന്ധന എന്തെന്നറിയോ? ആദമേ, നിനക്കും നിന്റെ ഭാര്യയ്ക്കും ഈ സ്വർഗത്തിനകത്ത് യഥേഷ്ടം താമസിക്കാം. ഈ സ്വർഗത്തിനകത്ത് എന്ത് വേണോ ഭക്ഷിക്കാം, എന്ത് വേണോ പുതുക്കാം. പക്ഷേ ആ കാണുന്ന വൃക്ഷമുണ്ടല്ലോ, ആ വൃക്ഷത്തിന്റെ ചാരത്തേക്ക് പോകല്ലേ ആദമേ. ആ വൃക്ഷത്തിൽ നിന്ന് കായികനികൾ ഭക്ഷിക്കല്ലേ ആദമേ. ഏത് വൃക്ഷത്തിന്റെ ചാരത്തേക്കാണോ പടച്ചറബ് പോകരുതെന്ന് പറഞ്ഞത്? ഏത് വൃക്ഷത്തിൽ നിന്നാണോ കായികനികൾ ഭക്ഷിക്കരുതെന്ന് പടച്ചറബ് പറഞ്ഞത്? അതേ വൃക്ഷത്തിന്റെ ചാരത്തേക്ക് രണ്ടാമത്തെ നമ്മുടെ ശത്രു കൊണ്ടുപോവുകയാ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ കാലാന്തരങ്ങൾക്ക് മുമ്പ് മുന്നറിയിപ്പ് നൽകിയ രണ്ടാമത്തെ ആത്മീയ ശത്രു ആരെന്നറിയോ? അലം അഅ്ഹദ് ഇലൈക്കും യാ ബനീ ആദമ അല്ലാ തഅ്ബുദു ശൈത്താൻ. അല്ലയോ ആദമിന്റെ മക്കളെ, ആദം സന്തതികളെ, നിങ്ങൾ ഇബ്ലീസിന്റെ വഴിയേ പോകരുതേ. കാരണം ഇബ്ലീസ് ആരെന്നറിയോ? ഇബ്ലീസ് നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാണെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. രണ്ടാമത്തെ നമ്മുടെ ആത്മീയ ശത്രു ആരാ? നമ്മുടെ കൊച്ചാപ്പ. എപ്പോഴും കൂടെ ഉള്ള ആളാ. എന്തെങ്കിലും നന്മ ചെയ്യാനൊന്ന് മനസ്സുകൊണ്ട് തീരുമാനിച്ചു നോക്കിയേ. എന്തെങ്കിലും നന്മ ചെയ്യണമെന്ന് ശരീരം കൊണ്ടൊന്ന് തയ്യാറെടുത്ത് നോക്കിയേ. അപ്പോഴും വരും ഈ രണ്ടാമത്തെ ശത്രു. എന്നിട്ട് പറയും, പൊന്നുമോനെ കൊടുക്കരുത്, പൊന്നുമോനെ ചെയ്യരുത്. ഇതൊക്കെ പറയുന്നത് വെറുതെയാ. മരണത്തോടുകൂടി എല്ലാം അവസാനിക്കുന്നു. പിന്നെ ഖബറിനകത്ത് മുൻകറും ഇല്ല, നക്കീറും ഇല്ല, ആഖിറോ ഇല്ല, നരകോ ഇല്ല, സ്വർഗോ ഇല്ല, ഹിസാബും ഇല്ല, മഹ്ശറ ഇല്ല. ഇതൊക്കെ നിന്നെ പേടിപ്പിക്കാൻ വെറുതെ പറയുന്നതാണ് എന്ന ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ഇട്ട് തന്നിട്ട് ആഖിറത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ നമ്മൾ മനസ്സുകൊണ്ട് തയ്യാറെടുക്കുമ്പോ അതിൽ നിന്ന് തെറ്റിച്ചുകൊണ്ട് പോകുന്ന രണ്ടാമത്തെ ആത്മീയ ശത്രുവിനെ പേടിച്ചിരുന്നോ, കരുതിയിരുന്നോ? അത് ഇബ്ലീസാണെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ കാലങ്ങൾക്ക് മുമ്പ് മുന്നറിയിപ്പ് നൽകി. ഏതായത്തെ ഓതിയത്? അലം അഅ്ഹദ് ഇലൈക്കും യാ ബനീ ആദം അല്ലാ തഅ്ബുദു ശൈത്താൻ. ആദമിന്റെ മക്കളെ, നിങ്ങൾ ശൈത്താന്റെ വഴിയെ പോകരുത്. ഏത് സൂറത്താ? സൂറത്ത് യാസീൻ. വീട്ടിലെന്നും പാരായണം ചെയ്യേണ്ട സൂറത്ത്. മഗ്രിബിന് ശേഷം സുബഹിക്ക് ശേഷം നമ്മൾ പാരായണം ചെയ്യേണ്ട സൂറത്ത്. ഉണ്ടായിരുന്നു വരവിളയുടെ പരിസരത്ത്, ക്ലാപ്പനയുടെ പരിസരത്ത്, മഞ്ഞാടിമുക്കിന്റെ പരിസരത്ത് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അള്ളാഹുവിനെ മതിമറന്നു പോകാതെ മഗ്രിബിന്റെ സമയം കഴിയുമ്പോ നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ ചാരത്ത് വിളിച്ചിരത്തിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലടാ, സലാത്ത് ചൊല്ലടാ, ഖുർആൻ ഓതടാ, യാസീൻ ഓതടാ, വാക്ക് ഓതടാ, സൂറത്തുൽ മുൽക്ക് ഓതടാ എന്ന് നമ്മുടെ
നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് പറഞ്ഞു തന്നിരുന്ന ഒരു കാലഘട്ടം ഈ മഞ്ചാടിമുക്കിന്റെയും വരവിളയുടെയും പരിസരത്തുണ്ടായിരുന്നു. അന്ന് ചോർന്നൊലിക്കുന്ന കെട്ടിടപ്പിലായിരുന്നു നമ്മൾ കിടന്നുറങ്ങിയത്. അന്ന് മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന കെട്ടിടപ്പിന്റെ ഉള്ളറയിൽ നമ്മൾ കിടന്നുറങ്ങിയപ്പോ പടച്ചറബിനെ നമുക്ക് വല്ലാതെ സ്നേഹമായിരുന്നു, അള്ളാഹുവിനെ നമുക്ക് വല്ലാത്ത പേടിയായിരുന്നു. എന്നാൽ കോൺക്രീറ്റ് സൗധത്തിന്റെ ഉള്ളറയിൽ കിടന്നിറന്നിട്ട് അള്ളാഹു തന്ന അനുഗ്രഹങ്ങളിൽ മതിമറന്നിട്ട് ദുനിയാവിൽ ജീവിച്ചപ്പോ പടച്ചവനെ നമുക്ക് വേണ്ടാതായി. അതുകൊണ്ടാണ് മഗ്‌രിബിന്റെ സമയം കഴിയുമ്പോ വീടിന്റെ ഉള്ളറയിൽ ഖുർആനൊക്കെ മാറ്റിവെച്ചിട്ട് സീരിയലിന് അടിമപ്പെട്ടു പോയത്, സിനിമയ്ക്ക് അടിമപ്പെട്ടു പോയത്, റിയാലിറ്റി ഷോകൾക്ക് അടിമപ്പെട്ടു പോയത് പടച്ചവന്റെ ആഖിറത്തെ മതിമറന്ന് ദുനിയാവിൽ ജീവിക്കുന്നത് കൊണ്ടാണ്. കാരണം മതിമറപ്പിക്കും ഇബ്ലീസ് കാലങ്ങൾക്ക് മുമ്പ് ശപഥം ചെയ്തതാണ്. ഇബ്ലീസ് കാലങ്ങൾക്ക് മുമ്പ് ശപഥം ചെയ്തു എന്ന് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത്. കാലങ്ങൾക്ക് മുമ്പ് ഇബ്ലീസ് ശപഥം ചെയ്തു എന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ നേതാവായ ഇബ്ലീസിന്റെ അടുക്കൽ അവന്റെ സമൂഹം വന്നു. അവർക്കുണ്ട് നേതാവും, പാർലമെന്റും വൈറ്റ് ഹൗസും വൈറ്റാത്ത ഹൗസും മുഖ്യമന്ത്രിയും മുക്കാത്ത മന്ത്രിയൊക്കെ അവർക്കുണ്ട്. ഏറ്റവും വലിയ മന്ത്രിയുടെ മുമ്പിൽ വന്നിട്ട് സമൂഹം ഒരു പരാതി പറയാ. നേതാവായ ഇബ്ലീസിന്റെ അടുക്കൽ അവന്റെ സമൂഹം കടന്നു വന്നുകൊണ്ടൊരു പരാതി പറഞ്ഞു കൊടുക്കുകയാ. അല്ലയോ, ഞങ്ങൾ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന, ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവേ, വഖദ് ബുഇസ നബിയ്യുൻ വഖദ് ഉഖ്രിജത് ഉമ്മത്തുൻ വഹും ലാ യദ്ഖുലൂന അൻ-നാർ. നേതാവേ, ഒരു നബി വന്നിരിക്കുന്നു, ആ നബിക്കൊരു സമൂഹം വന്നിരിക്കുന്നു. അവരുടെ ഗുണമെന്തെന്നറിയോ? വഹും ലാ യദ്ഖുലൂന അൻ-നാർ. നേതാവേ, അവർ നരകത്തിൽ കടക്കൂല. നേതാവേ, മോനെ ഇത് കൊടുത്തോ. നേതാവേ, ഒരു നബി വന്നിരിക്കുന്നു, ആ നബിക്കൊരു സമൂഹവും വന്നിരിക്കുന്നു. അവരുടെ ഗുണമെന്തെന്നറിയോ? വഹും ലാ യദ്ഖുലൂന അൻ-നാർ. അവരെവിടെ പോവില്ല? നരകത്തിൽ പോവില്ല. ഏത് നബിയെ കുറിച്ചാ പറഞ്ഞേ? ഏത് നബിയെ കുറിച്ചാ പറഞ്ഞതെന്നറിയോ? ത്വാഹ റസൂലുള്ളാഹി നിങ്ങൾ ഹബീബുള്ളാഹി. ത്വാഹ റസൂലുള്ളാഹി നിങ്ങൾ ഹബീബുള്ളാഹി. ത്വയ്യിബാ പാദീർ ജീവേ തൗഹീദോലീലാവേ. അറസുന്നും സുറസിന്നും അധിപതിയുടെയുണ്ട് ഹസന പൂലകത്തിലുരച്ചപ്പോഴേ. അറസുന്നും സുറസിന്നും അധിപതിയുടെയുണ്ട് ഹസന പൂലകത്തിലുരച്ചപ്പോഴേ. ത്വാഹ റസൂലുള്ളാഹി നിങ്ങൾ ഹബീബുള്ളാഹി. അല്ലാഹുവേ, എത്ര പാടിയാലാ മതി വരുന്നതോ, എത്ര പ്രസംഗിച്ചാലാ മതി വരുന്നതോ, എത്ര പ്രശംസിച്ചാലാ മതി വരുന്നതോ. അല്ലാഹുവേ, ഇതുപോലെ പാടാ, ഇതുപോലെ പ്രസംഗിക്കാൻ, ഇതുപോലെ പ്രശംസിച്ചാ ഒരു പ്രവാചകനൊപ്പം നിനക്കാണ് സർവസ്തുതിയും പടച്ചറബേ. അങ്ങനെ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന, ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ലോകത്തിന്റെ നായകനില്ലേ നബി മുഹമ്മദ് മുസ്തഫ. പോരല്ലോ സലാത്തിന്റെ പവർ, പോരല്ലോ ആമിനയുടെ പൊന്നുമോനെ മുഹമ്മദ് മുസ്തഫ. അബ്ദുള്ളയുടെ കൺമണിയേ മുഹമ്മദ് മുസ്തഫ. മക്കയുടെ നിലാവേ നബി മുഹമ്മദ് മുസ്തഫ. മദീനയുടെ പ്രകാശമേ നബി മുഹമ്മദ് മുസ്തഫ. നാളെ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന മത്സരയാകുന്ന മഹാകോടതിയിൽ ഞങ്ങളുടെ കൈപിടിക്കാൻ കടന്നു വരുന്ന വസീലയുടെ നായകനേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് നേതാവായ ഇബ്ലീസിന്റെ അടുക്കലവന്റെ സമൂഹം തമ്മിൽ പരാതി പറഞ്ഞേ. നമ്മുടെ പ്രവാചകനെ കുറിച്ചാ പറഞ്ഞു. ഏത് സമൂഹവാ? ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഈ സമൂഹം. ഇവരെവിടെ പോവില്ല? വഹും ലാ യദ്ഖുലൂന അൻ-നാർ. അവര് നരകത്തിൽ വരൂല്ല. നേതാവേ,
നമ്മുടെ പദവി നമ്മൾ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാർ തിരിച്ചറിഞ്ഞിരുന്നു. ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം, ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. ഒരു പ്രവാചകൻ പറഞ്ഞു അത്രേ, അല്ലാഹുവേ, ഞാനൊരു പ്രവാചകനാകുന്നതിനേക്കാളും, ഞാനൊരു പ്രവാചകനായതിനേക്കാളും അവസാനം കടന്നു വരുന്ന മുഹമ്മദ് നബിയുടെ സമുദായത്തിലെ ഒരു സാധാരണ മനുഷ്യനായിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു എന്നൊരു പ്രവാചകൻ പോലും പറഞ്ഞു എന്ന് നമ്മളെ കുറിച്ച് ഓർത്തിട്ട് അഭിമാനിച്ചു എന്ന് ചരിത്രങ്ങളിൽ കാണാൻ കഴിയുമെങ്കിൽ നമ്മുടെ പദവി നമ്മൾ തിരിച്ചറിയണം. നമ്മൾ നരകത്തിൽ പോവില്ല. ഇബ്ലീസിന്റെ അടുക്കൽ വന്നിട്ട് സമൂഹം പറയാ, അവര് നരകത്തിലോട്ട് വരാനുള്ള എല്ലാ കുതന്ത്രങ്ങളും ഞങ്ങൾ പയറ്റു നോക്കി, പക്ഷെ വീടുന്നില്ല. ഇബ്ലീസ് ചോദിച്ചു, എന്തേ കാരണം? അവര് നരകത്തിൽ വരാതിരിക്കാനുള്ള കാരണമെന്തേ? നേതാവായ ഇബ്ലീസിന്റെ അടുക്കൽ അവന്റെ സമൂഹം പറഞ്ഞു കൊടുക്കുകയാ, അവര് നരകത്തിലേക്ക് വരാതിരിക്കാനുള്ള കാരണമെന്തെന്നറിയോ? നേതാവേവര് ബിംബങ്ങൾ ആരാധിക്കാത്തവരാ, ഏകനായ പടച്ചവന്റെ മുമ്പിൽ മാത്രം സുജൂദ് ചെയ്യുന്ന, അല്ലാഹുവിനോട് മാത്രം സഹായം തേടുന്ന, ഏകനായ പടച്ചവന്റെ മുമ്പിൽ മാത്രം സാഷ്ടാംഗം നിൽക്കുന്നവരാ. അതുകൊണ്ടവരെ നരകത്തിലേക്ക് കൊണ്ടുവരാ. ഞങ്ങള് വല്ലാതെ കഷ്ടപ്പെടുന്ന നേതാവിനോട് പറഞ്ഞു കൊടുത്തു, അവരെ നരകത്തിലേക്ക് വരാതിരിക്കാനുള്ള കാരണം മറ്റൊന്നുമല്ല, അവര് ബിംബങ്ങൾ ആരാധിക്കാത്തവരാ, ഏകനായ പടച്ചവനെ മാത്രം സുജൂദ് ചെയ്യുന്ന, അല്ലാഹുവിനോട് മാത്രം സഹായം തേടുന്നവരാ. അതുകൊണ്ട് അവരെ നരകത്തിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾ വല്ലാതെ കഷ്ടപ്പെടുന്നു, വിയർപ്പൊഴുക്കുന്നു. നേതാവ് ചോദിച്ചു, എങ്ങനെയെങ്കിലും ഒക്കെ കൊണ്ടുവന്നൂടെ? ആ സമയത്ത് സമൂഹം പറഞ്ഞു, ഞങ്ങൾ പരാജയപ്പെട്ടു നേതാവേ, ഇനി നിങ്ങൾ തന്നെ അങ്ങ് ഏറ്റെടുത്തോ. ആ സമയത്ത് നേതാവ് അങ്ങോട്ടൊരു ചോദ്യം ചോദിച്ചു. ഈ ചോദ്യത്തിലെങ്ങാനും വരവിളയുടെ പരിസരത്ത് ഒരുമിച്ച് കൂടിയ നമ്മളെങ്ങാനും പെട്ടുപോയാൽ ഓർത്തോ, നമ്മൾ ഇബ്ലീസിന്റെ പാർട്ടിയാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നേതാവായ ഇബ്ലീസിന്റെ അടുക്കൽ പരാജയം സംബന്ധിച്ച് തലകുനിച്ച് നിൽക്കുന്ന തന്റെ പ്രിയപ്പെട്ട സമൂഹത്തോട് നേതാവായ ഇബ്ലീസ് ചോദിക്കുകയാ, അയ്യുഹിബ്ബൂന ദുനിയാ വയൻസൗന ആഖിറ. അവര് ദുനിയാവിനെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, അല്ലാഹുവിന്റെ ആഖിറത്തെ മതിമറന്നിട്ട് ദുനിയാവിന്റെ പിറകെ പരക്കം പായുന്നവര്, സമ്പത്തിന്റെ പിറകെ പരക്കം പായുന്നവര്, അധികാരത്തിന്റെ പിറകെ പരക്കം പായുന്നവര് അവരുടെ കൂട്ടത്തിലുണ്ടോ? നേതാവായ ഇബ്ലീസിന്റെ അടുക്കലവന്റെ സമൂഹം പറഞ്ഞു കൊടുക്കുകയാ, വരായാ സയ്യിദനാ, ഉണ്ട് നേതാവേ, ഉണ്ട് നേതാവേ, അങ്ങനെയുള്ളവരവരുടെ കൂട്ടത്തിലുണ്ട് നേതാവേ. ആ സമയത്ത് നേതാവായ ഇബ്ലീസ് അവന്റെ സമൂഹത്തോട് പറഞ്ഞു കൊടുക്കുകയാ, വലാ തഖാഫൂന വലാ തഹ്സനൂ, നിങ്ങൾ വിഷമിക്കണ്ട, സങ്കടപ്പെടേണ്ട, ദുഃഖിക്കണ്ട. അവരെയും കൊണ്ട് ഞാനങ്ങ് നരകത്തിലേക്ക് വന്നുകൊള്ള. സ്വർഗത്തിന്റെ വേണ്ടി പരിശ്രമിക്കുന്ന നമ്മളെ നരകത്തിലേക്ക് കൊണ്ടുപോവാ. ഇബ്ലീസ് നമ്മളിൽ 3 കുതന്ത്രങ്ങൾ ഉപയോഗിക്കുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു തരികയാ. സ്വർഗത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന നമ്മളെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ ഇബ്ലീസ് നമ്മളിൽ 3 കുതന്ത്രങ്ങൾ ഉപയോഗിക്കുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 3 കുതന്ത്രങ്ങളെ കേട്ടിട്ട് ഇവിടെ ഇരുന്നിട്ട് ചിന്തിക്കണം, ഞാൻ ഇതിൽ പെട്ടവനാണോ? എങ്കിൽ ഇന്നത്തെ രാത്രിയിൽ ഒരു നിയത്ത് ചെയ്തോ, അല്ലാഹുവേ, ഇന്നു മുതൽ ഈ കുതന്ത്രങ്ങൾ എന്റെ ജീവിതത്തിൽ കടന്നു വരൂല്ല എന്ന ദൃഢനിശ്ചയം എടുത്തിട്ട് വേണം ഇവിടെ എഴുന്നേൽക്കാൻ. അല്ലാഹു അതിനുള്ള മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ, അല്ലാഹു അതിനുള്ള മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ഈ 3 കുതന്ത്രങ്ങൾ കടന്നു വരുന്നത് ഏത് ഭാഗത്തു കൂടിയാ?
നിസ്കരിക്കുമ്പോഴല്ല, നോമ്പ് പിടിക്കുമ്പോഴല്ല, ഹജ്ജിന് പോകുമ്പോഴല്ല, ഉംറയ്ക്ക് പോകുമ്പോഴല്ല, മറ്റ് സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോഴല്ല ഈ 3 കുതന്ത്രങ്ങൾ ഇബ്ലീസ് നമ്മളിൽ പ്രയോഗിക്കുന്നത്. ഈ 3 കുതന്ത്രങ്ങൾ ഇബ്ലീസ് നമ്മളിൽ പ്രയോഗിക്കുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന, നമ്മൾ ചിലവഴിക്കുന്ന സമ്പത്തിലൂടെയാണ് എന്ന് ഇബ്ലീസ് തന്നെ പറഞ്ഞതായി അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ അറിയാതെ നമ്മുടെ സമ്പത്തിലൂടെ ഇബ്ലീസ് നമ്മളെ നരകത്തിലേക്ക് ഇങ്ങനെ വലിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഹലാലായ മാർഗത്തിൽ സമ്പത്തുണ്ടാക്കാൻ, അത് ഹലാലിന് വേണ്ടി ചെലവഴിക്കാൻ നാം ഓരോരുത്തർക്കും പടച്ചവൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 3 കുതന്ത്രങ്ങൾ. ഇത് കേട്ടതിന് ശേഷം മനസ്സുകൊണ്ട് തീരുമാനമെടുക്കണം. ഇത് ഉണ്ട് എങ്കിൽ ഇന്നു മുതൽ ജീവിതത്തിൽ നിന്ന് മാറ്റുമെന്ന് അല്ലാഹു അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ശ്രദ്ധയുടെ കേൾക്കും. ഒന്നാമത്തെ കുതന്ത്രം, ഒന്നാമതായി നേതാവായ ഇബ്ലീസ് അവന്റെ സമൂഹത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, സ്വർഗ്ഗത്തിന് വേണ്ടി പരിശ്രമിക്കുന്നവരെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ ഇബ്ലീസ് നമ്മൾ പ്രയോഗിക്കുന്ന ഒന്നാമത്തെ കുതന്ത്രം അഖ്ദുൽ മാൽ ബിഗൈരി ഹഖ്. അർഹതപ്പെടാത്ത ധനം ഇബ്ലീസ് നമ്മളെ കൊണ്ട് പീഡിപ്പിക്കുന്നതാ. സുബ്ഹാനല്ലാഹ്. ഒന്നാമത്തെ കുതന്ത്രം അഖ്ദുൽ മാലി ബിഗൈരി ഹഖ്ഹി. അർഹതപ്പെടാത്ത ധനം ഇബ്ലീസ് നമ്മളെ കൊണ്ട് തീറ്റിക്കും. ഹറാമിയത്തിന്റെ 1 രൂപയെങ്കിലും, അല്ലെങ്കിൽ പോട്ടെ ഹറാമിയത്തിന്റെ 1 അരിയുടെ ആഹാരമെങ്കിലും നമ്മുടെ ഉദരത്തിൽ കടന്നുപോയാൽ ലാ യദ്ഖുലുൽ ജന്ന, പിന്നെ സ്വർഗ്ഗം കൊതിക്കണ്ട എന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കുല്ലു ലഹ്മിൻ, എല്ലാ ശരീരം, മാ നബത്ത മിനൽ ഹറാം, ഹറാമിലൂടെ വളർന്നു വന്ന എല്ലാ ശരീരവും ഫന്നാറു ഔലാ ബിഹിം, ആ ശരീരത്തിന് ഏറ്റവും അഭികാമ്യമായത് നരകമാണ് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഹറാമിൽ നിന്ന് മാറി നിൽക്കാൻ ഇവിടെ വന്നിരുന്നതിന്റെ ഹക്ക് കൊണ്ട് അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ഒന്നാമത്തെ കുതന്ത്രം ഇതാണ്. ഈ രണ്ടാമതായി നേതാവായ ഇബ്ലീസ് അവന്റെ സമൂഹത്തോട് പറഞ്ഞു കൊടുക്കുകയാണ്, സ്വർഗ്ഗത്തിന് വേണ്ടി പരിശ്രമിക്കുന്നവരെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ ഇബ്ലീസ് നമ്മൾ ഉപയോഗിക്കുന്ന രണ്ടാമത്തെ കുതന്ത്രം വഇൻഫാഖുഹു ഫീ ഗൈരി ഹഖ്ഹി. സമ്പാദിക്കുന്നത് മുഴുവനും നല്ല രീതിയിലാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ പാടുപെട്ടിട്ട് സമ്പത്തുണ്ടാക്കും. ശരീരത്തിന്റെ ആരോഗ്യങ്ങളും സമയങ്ങളും നമ്മൾ സമ്പത്തുണ്ടാക്കും. എന്നാൽ ഹലാലായ മാർഗത്തിലൂടെ നീ ഉണ്ടാക്കിയ സമ്പത്തുണ്ടല്ലോ, ആ സമ്പത്ത് ഇബ്ലീസ് ഹറാമിയത്തിൽ ചിലവഴിപ്പിക്കുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരുകയാണ്. രണ്ടാമത്തെ കുതന്ത്രം വഇൻഫാഖുഹു ഫീ ഗൈരി ഹഖ്ഹി. സമ്പാദിക്കുന്നത് മുഴുവനും നല്ല രീതിയിലാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ പാടുപെട്ടിട്ട് സമ്പത്തുണ്ടാക്കും. ശരീരത്തിന്റെ ആരോഗ്യം കളഞ്ഞ്, സമയം കളഞ്ഞ് ഹലാലായ മാർഗത്തിൽ സമ്പത്തുണ്ടാക്കും. ഈ സമ്പത്തുമായിട്ട് വൈകുന്നേരം വീട്ടിലേക്ക് പോകുമ്പോ ഇബ്ലീസിന് സഹിക്കോ? നിന്റെ മക്കൾക്ക് ഹലാല് കൊടുക്കുന്നത് ഇബ്ലീസിന് സഹിക്കോ? നിന്റെ മക്കള് നിന്റെ കുടുംബത്തിൽ ഹലാല് കടന്നു ചെല്ലുന്നത് ഇബ്ലീസിന് സഹിക്കോ? ഇബ്ലീസ് നിന്റെ മുമ്പിലോട്ട് കടന്നു വരും. കടന്നു വന്നിട്ട് നിന്റെ ഹൃദയത്തിൽ ചിന്തയിട്ട് തരും. ആ കടയിലോട്ടൊന്ന് നോക്കി, 150 രൂപ കൊടുത്താൽ 150 കോടി നാളെ നിന്റെ പോക്കറ്റിനകത്തിരിക്കും. നമ്മളെ തെറ്റിലേക്ക് ഇബ്ലീസ് കൊണ്ടുപോകുന്ന ഒരു ചിന്ത എന്ന് നോക്കിയാൽ, നമ്മൾ ഇങ്ങനെ ഹലാലായ സമ്പത്തുണ്ടാക്കി വീട്ടിലേക്ക് പോവാൻ. ഇങ്ങനെ പോകുന്ന സമയത്ത് ഇബ്ലീസ് പെട്ടെന്ന് നമ്മുടെ കണ്ണിൽ കാണിച്ചു തരും. കിടക്കുന്ന 150 രൂപയുടെ ക്രിസ്മസ് ബമ്പർ, 150 കോടി നാളെ നിന്റെ പോക്കറ്റ് ഇരിക്കും. നേരെ കൊണ്ടുപോകും. 150 രൂപ കൊടുത്ത് അത് നിന്നെ എടുത്ത് നിന്റെ പോക്കറ്റിനകത്ത് വെക്കും. ഇതുമായിട്ടാണ് ജുമഅയ്ക്ക് പള്ളിയിൽ വന്നിട്ട്, അല്ലാഹുവേ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ പടച്ചവനെ, രോഗം മാറ്റണേ അല്ലാഹുവേ, കുടുംബത്തിന് സമാധാനം തരണേ പടച്ചവനെ. ഹറാമ് പോക്കറ്റ് വെച്ചിട്ട് പടച്ചവനോട് ആമീൻ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ?
ഹറാമ് പോക്കലിനകത്ത് വെച്ചിട്ട് പടച്ചവനോട് ദുആ ചെയ്ത് ആമീൻ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇങ്ങനെ ഇബ്ലീസ് നിന്നെ ഹറാമിയത്തിന് ചിലവഴിപ്പിച്ചിട്ടേ വീട്ടിലേക്ക് കൊണ്ടുപോകും. ഈ അടുത്തിടെ പത്തനംതിട്ട ജില്ലയിലുള്ള ഒരു സ്ഥലത്ത് പ്രവാസനത്തിന് പോയി. വൈകുന്നേരം പോകുന്ന വഴിയിൽ ചായ കുടിക്കുന്നതിന് വേണ്ടി ഒരു കടയിലിറങ്ങി. ഒരു ജംഗ്ഷൻ, വലിയൊരു ജംഗ്ഷനാണ്. ആ ജംഗ്ഷന്റെ കടയിലിറങ്ങി. അങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ആൾക്കാർ അവിടെ ഇരുന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് ആ ചർച്ചയിലേക്കൊന്ന് ചെവി കൊടുത്തു. ആ ചർച്ചയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഒരു വാക്ക്, ഒരു സഹോദരൻ പറയാ, ഇന്ന ഡേറ്റ് പറഞ്ഞിട്ട് ആ സഹോദരൻ പറയുന്നു, ആ ഡേറ്റ് കഴിഞ്ഞാൽ ഈ ജംഗ്ഷനിൽ ഒരു 5 സെന്റ് വസ്തു എത്ര രൂപയായിരുന്നാലും ഞാൻ വാങ്ങിക്കും. വാങ്ങിച്ചിട്ട് ആ 5 സെന്റ് വസ്തുവിനകത്ത് ഞാനൊരു പള്ളിയും കെട്ടിക്കൊടുക്കും. കേട്ടപ്പോ വലിയ സന്തോഷം. എല്ലാ ചെറുപ്പക്കാരൊക്കെ നന്നായല്ലോ, സഹോദരന്മാരൊക്കെ നന്നായല്ലോ. കുറെ കഴിഞ്ഞു ആ സഹോദരൻ പറയാണ്. അപ്പൊ അടുത്ത് നിന്നൊരു ചോദിച്ചു, എങ്ങനെ നടക്കും? എത്രയോ ലക്ഷം രൂപ വരുന്ന വസ്തുവാണല്ലോ. 1 സെന്റ് വസ്തുവിന് തന്നെ ഏകദേശം 5 ലക്ഷത്തിന് പുറത്തുണ്ട്. നീ എങ്ങനെ വാങ്ങിക്കും? ആ സമയത്ത് ആ സഹോദരൻ പറയാണ്, ഓണ വമ്പർ എന്റെ പോക്കറ്റിൽ ഇരിപ്പുണ്ട്, അത് അടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാനിത് വാങ്ങിക്കും, അവിടെ പള്ളിയും വെച്ചു. ഇതാണ് ചിന്ത. പിന്നെ എങ്ങനെ രക്ഷപ്പെടും സമുദായം? പിന്നെ എങ്ങനെ നമ്മൾ രക്ഷപ്പെടും? ഇബ്ലീസ് പറഞ്ഞു തരുന്ന രണ്ടാമത്തെ കുതന്ത്രം, നീ സമ്പാദിക്കുന്നത് ഹലാലാണെങ്കിൽ ആ ഹലാലായ സമ്പത്തിന് ഞാൻ ഹറാമിയത്തിൽ ചെലവഴിപ്പിച്ചിട്ട് നിന്റെ വീട്ടിൽ കൊണ്ടുപോകുകയുള്ളൂ എന്ന് ഇബ്ലീസ് ശപഥം ചെയ്തതായി അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെത്രയോ ഭാഗ്യവാന്മാർ, നമ്മളെത്രയോ ഭാഗ്യവതികൾ. ഈ മജ്ലിസിൽ കടന്നു വന്നിട്ട് ബക്കറ്റിനകത്ത് പൈസ ഇടണമെന്ന് പറഞ്ഞപ്പോ നമ്മളൊരു മടിയും കൂടാതെ കൊടുത്തല്ലോ. അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു, നിന്റെ പോക്കറ്റിൽ നിന്നൊരു 10 രൂപ നീ എടുത്തിട്ട് ബക്കറ്റിനകത്ത് ഇടണമെങ്കിൽ, 10 രൂപ നീ എടുത്തിട്ട് ബക്കറ്റിനകത്ത് ഇടണമല്ലോ. അങ്ങനെ ഇടണമെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു, 70 ഇബ്ലീസിനെ നീ കൊല്ലണമത്രേ. എത്ര ഇബ്ലീസ്? 70 ഇബ്ലീസിനെ കൊല്ലണമത്രേ. കാരണം നീ പോക്കറ്റിൽ നിന്ന് 10 രൂപ എടുത്തിട്ട് ആ ബക്കറ്റിനകത്തിടുമ്പോ ഇബ്ലീസിന് അറിയാം ആ 10 രൂപയ്ക്ക് പടച്ചവന്റെ മുമ്പിൽ 1 ലക്ഷത്തിന്റെ പവർ ഉണ്ടെന്ന്. 1 ലക്ഷത്തിന്റെ പവർ ഉണ്ടെന്ന് ഇബ്ലീസിനറിയാം. നീ 10 രൂപ പോക്കറ്റിൽ നിന്ന് എടുക്കുമ്പോ നിന്റെ മുൻഭാഗത്ത് ഇബ്ലീസ് വരും, നിന്റെ പിറകു ഭാഗത്ത് ഇബ്ലീസ് വരും, നിന്റെ മുകൾ ഭാഗത്ത് ഇബ്ലീസ് വരും, നിന്റെ കാട് ഭാഗത്ത് ഇബ്ലീസ് വരും, നിന്റെ വലത് ഭാഗത്ത് ഇബ്ലീസ് വരും, നിന്റെ ഇടത് ഭാഗത്ത് ഇബ്ലീസ് വരും. എന്നിട്ട് ഇബ്ലീസ് നിന്റെ കാതിൽ ഇങ്ങനെ മന്ത്രിച്ചു വരും, പൊന്നു മോനെ കൊടുക്കരുത്, 10 രൂപ കൊടുത്താൽ അത് നഷ്ടപ്പെട്ടു, 10 രൂപ കൊടുത്താൽ അത് നഷ്ടപ്പെട്ടു. ഈ 10 രൂപ ഉണ്ടെങ്കിൽ നിനക്ക് എന്തെല്ലാം ചെയ്യാം, അതുകൊണ്ട് കൊടുക്കരുത്, കൊടുക്കരുത്, കൊടുക്കരുത് എന്ന് പറഞ്ഞ് നന്മയ്ക്ക് വേണ്ടി ചെലവഴിച്ചാൽ ഇബ്ലീസ് സമ്മതിക്കില്ല എന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം.